ഇരിക്കെ. ആ പറയൂ രമേശ്. സർ, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതച്ഛൻ നഷ്ടപ്പെടുത്തിയോ? എന്തുണ്ടെങ്കിലും എന്നോട് പറയും സാർ, ഞാൻ ആരോടൊന്നും പറയില്ല. സാറിന് അറിയുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. 5 കോടി. 5 കോടിയോ? 5 കോടി. ഒന്ന് എളുപ്പം കെട്ടിത്തീർക്കാൻ പാടില്ലേ? ഹലോ. ആ രാഘവൻ, ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ആ ഇപ്പൊ തന്നെ. സാറിന്റെ വീട്ടിലേക്കാണോ? ഒരു അരമണിക്കൂറിൽ വന്നാ പോരെ? സാർ, എന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പറയൂ സാർ. ഈ ബാഗ് കുറച്ച് ദിവസം ഭദ്രമായി സൂക്ഷിക്കണം. ശരി സാർ. ഈ ബാഗില് 5 CR ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. സാർ, 5 കോടി രൂപയോ? ഇത്രയധികം പണം എൻ്റെ അടുത്ത്. മനസ്സിലായി, നിങ്ങൾ സത്യസന്ധനാ. പക്ഷെ എനിക്കതുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നാളെ ഇവിടെ CBI റെയ്ഡ് നടക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ടല്ല സാർ. പ്ലീസ് രാഘവൻ സാർ, ഈ സഹായം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. എൻ്റെ അഭിമാനം നശിച്ചു പോകും. എൻ്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്ലീസ് രാഘവ. ശരി സാർ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാ ആ പണം എവിടെ? സാർ, അത് പിന്നെ. എന്താ രാഘവ? പണം പണം എവിടെ വെച്ചെന്ന് അറിയില്ല സാർ. എന്താ? എവിടെ വെച്ചെന്നറിയില്ലെന്നോ? അല്ല സാർ, അതല്ല സാർ. എവിടെയാ വെച്ചെന്ന് മറന്നുപോയി സാർ. രാഘവ സാർ, ചിലപ്പം മുട്ടുസൂചിയും പേനയും പെൻസിലും ഒക്കെ മറക്കുന്നത് സാധാരണയാ. 5 കോടി രൂപ ഒറ്റയടിക്ക് മറക്കാന്ന് വെച്ചാ. സാർ, അത് എനിക്കത് ഓർമ്മയില്ല സാർ. എനിക്കും അതെ. ഞാൻ നിന്റെ അടുത്ത് തന്നത് ബ്ലാക്ക് മണിയാ. അത് ഞാൻ നിന്റെ അടുത്ത് തന്നതിനും സാക്ഷിയില്ല. അത് നീ മറവി കാരണം നഷ്ടപ്പെടുത്തിയതിനും സാക്ഷിയില്ല. അങ്ങനെയല്ലേ? അയ്യോ സാർ, ആ പണം എനിക്ക് വേണ്ട സാർ. അതെവിടെയാ വെച്ചെന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾ പൊയ്ക്കോ. സാർ, പൊയ്ക്കോളൂ. സൂക്ഷിക്കണം രാഘവൻ. അധിക പണം എപ്പോഴും ആപത്താ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റ് എടുക്ക്, റിലാക്സ് ചെയ്യ്. എന്നാ നാളെ വരുമ്പോ ആ പണം കൊണ്ടുവന്നിരിക്കണം. വിശ്വസിക്കാൻ പറ്റുമോ? സാർ, എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. അതുകൊണ്ടല്ലേ അങ്ങേരെ ഏൽപ്പിച്ചേ. എന്റെ പണം എവിടെ പോയി? അപ്പൊ എൻ്റെ അച്ഛൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ ആ ഫയൽ. സാർ, ആ ഫയൽ കാണുന്നില്ല സാർ. ഞാൻ എല്ലാ സ്ഥലവും തിരഞ്ഞു സാർ, കാണുന്നില്ല. ഇന്നലെ പണം കാണുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് ഫയൽ കാണുന്നില്ല എന്ന് പറയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. സത്യമായിട്ട് ഞാൻ എൻ്റെ ലോക്കറിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പൊ പിന്നെ എവിടെ പോയി? ആകെ കൺഫ്യൂഷനാണല്ലോ രാഘവ. ആ ഫയലിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയോ? ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ മോനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിന്റെ വീട്ടിൽ ബാക്കി 2 സ്ത്രീകളില്ലേ? നിങ്ങൾ രണ്ടും ജയിലിൽ കിടന്ന അവരുടെ അവസ്ഥ എന്താകും? ആലോചിച്ച് നോക്ക്. അവർക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം. സാർ, ഞാനില്ല ലോക്കറില സൂക്ഷിച്ചിരുന്നത്. രാഘവ, ആദ്യം പണം കണ്ടുപിടിക്കാൻ നോക്ക്. പണം കിട്ടിക്കഴിഞ്ഞാ ഫയൽ താനേ കിട്ടിക്കൊള്ളും. ഫയൽ മാറ്റിവെച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ എടുത്ത പണം തിരിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചേ. എന്നാൽ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യം പണം കണ്ടുപിടിക്കേ, ഫയൽ താനേ വന്നോളൂ. നിന്റെ ജോലി ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. ഇപ്പോഴെനിക്ക് മറവി കുറച്ച് അധികം ഉണ്ടല്ലേ? എനിക്കെങ്ങനെ അറിയാനാ? അങ്ങേരെ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് എന്നെ വന്ന് ടോർച്ചർ ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ ആവാത്ത പിന്നെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്നല്ലേ ചോദിച്ചോളൂ. നിന്നോട് പറയാത്തത് നിന്റെ അച്ഛൻ എന്നോട് പറയുന്നത് എങ്ങനെയാ? അളിയാ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം. നിന്റെ അച്ഛന് വേറെ സെറ്റപ്പ് എന്തെങ്കിലും, അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റിന്റെ ആവശ്യമോ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറ.
അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിക്കാൻ നിൽക്കണ്ട. സാർ ആ ഫയൽ വിറ്റ് 50 കോടി സമ്പാദിച്ചില്ലേ? ആ പയ്യൻ നാളെ പണമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ആ പണം എവിടെയെന്ന് ആലോചിച്ച് തല പുണ്ണായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവൻ പണം കൊണ്ട് വന്നാ നമുക്കപ്പം ആലോചിക്കാം. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. അന്ന് രമേശിന്റെ അച്ഛൻ ഇവിടെ വന്ന് പണം ചോദിച്ചു. ഇന്ന് രമേശും വന്ന് ചോദിക്കുന്നു. എന്താ ഇതൊക്കെ അരവിന്ദ്? ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഇതിൽ ഇൻവോൾവ്ഡ് ആണോ? ഞാൻ ആകെ ടെൻഷനിലിരിക്കുക. നീ പോ, എന്നെ ഒന്ന് തനിച്ചു വിട്. എന്താ ടെൻഷൻ നിങ്ങളുടെ? തനിയെ വിടാൻ പറഞ്ഞില്ലേ, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. എന്താ എന്നോട് പറയാൻ പറ്റാത്തത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതെന്തുകൊണ്ടാന്നാ ചോദിക്കുന്നത്? അങ്ങനെ എന്താ പറയാൻ പറ്റാത്ത കാര്യമുള്ളത്? എന്തോ ഉള്ളത് കൊണ്ടല്ലേ മറക്കുന്നത്? അതേടി, അതെനിക്ക് പറയാൻ സൗകര്യമില്ല. എന്നിട്ട് എല്ലാം പോയി നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറയാനല്ലേ? അതല്ലേ നിനക്ക് വേണ്ടേ? എക്സ് ബോയ് ഫ്രണ്ടോ? ഏയ്, എനിക്കറിയാടി. രമേഷ് നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ഏയ്, അറിയാടി, എല്ലാം എനിക്കറിയാം. അവനെ അവോയ്ഡ് ചെയ്തെല്ലാം ഒളിഞ്ഞെന്ന് ഞാൻ കണ്ടതാ. നിങ്ങളുടെ പുറകെ തന്നെ ഞാനുണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോൾ, നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ലൈഫിൽ എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടാഞ്ഞെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നില്ല. നിങ്ങളായിട്ട് തന്നെയാണ് വേർപിരിഞ്ഞത്. പിന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കി എന്താ കുഴപ്പം? അതുകൊണ്ടാണ് എൻ്റെ അമ്മയോട് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചത്. ഇപ്പോൾ നീ എൻ്റെ. നിങ്ങൾ എന്തിനാ അവനെങ്ങനെ ഹേറ്റ് ചെയ്യുന്നത്? അപ്പോ അവന്റെ അച്ഛന്റെ പണം അത് ഞാൻ തന്നെയല്ലേ എടുത്തേ. ആ പണം എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ എന്ത് വേണം നിനക്കതിന്? എടാ, ഇതിനകത്ത് 5 കോടി രൂപ ക്യാഷ് ഉണ്ട്. 5 കോടിയോ? എവിടെന്നാ മാമ? എവിടെന്നാ ഇത്രയും പണം? ഇതെന്റെ ഓഫീസർ തെറ്റായ വിധത്തിൽ സമ്പാദിച്ച പണമാ. ആരോ ഇൻഫർമേഷൻ കൊടുത്ത് നാളെ അയാളെ വീട്ടിൽ റെയ്ഡ് നടക്കാൻ പോവാ. അതുകൊണ്ട് ഈ പണം എന്റെ അടുത്ത് എന്റെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞതാ. മാമ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരും? അങ്ങനെ ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലല്ലേ, അവിടുത്തെ കൊണ്ട് വെക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ കള്ളം കയറിയത്. അതുകൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഫീസർ പറഞ്ഞോണ്ട് ഞാൻ നിന്നോട് തിരിച്ചു വാങ്ങിച്ചോളാം. ഇതത് നീ അകത്തുകൊണ്ട് വെക്കേ. ഓക്കെ മാമ, എന്നാ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. ബ്ലാക്ക് മണി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പേടിക്കും. ഞാൻ പറയില്ല. അതുപോലെ നീ രമേഷിന്റെ അടുത്തും ചിറ്റെടുത്തും ഈ കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. അവരാകെ ടെൻഷൻ അടിക്കും മോനെ. അത് മാത്രമല്ല, രമേഷ് ഉണ്ടല്ലോ, അവൻ ഈ വക ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ട് പണം തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനിടയിൽ അങ്ങേര് വന്ന് പണം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് നിന്നില്ല ആ പണം. അത് ഓഫീസർ ഇപ്പൊ തിരിച്ചു കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുക. പോയി എടുത്തോണ്ട് വാ. എന്തായി പറയുന്നു മാമ? ഏത് പണം? എടാ, നിന്റെ കല്യാണത്തിന് തലേ ദിവസം ആ ഓഫീസർ എന്റെ അടുത്ത് തന്നു എന്നും പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് കൂടി തന്നില്ലേ ഒരു കറുത്ത ബാഗ്? അത് തന്നെ. പോയി എടുത്തോണ്ട് വാ. മാമൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കല്യാണത്തിന് ബാഗ് കൊണ്ടുവന്നു? ഇല്ല മാമ, അങ്ങനെ ഒരു ബാഗും മാമൻ ഇതുവരെ എനിക്ക് തന്നിട്ടില്ലെന്ന് ഉറപ്പാ. തമാശ കളിക്കാതെ പോയി എടുത്തോണ്ട് വാ. മാമ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. അങ്ങനെ ഒന്നും മാമൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. തമാശക്കൊരു അളവില്ലേ? പോടാ. എന്തു പറ്റിയേട്ടാ? അത് പിന്നെ എന്റെ ഓഫീസർ എന്റെ അടുത്ത് കുറച്ച് പൈസ ഏൽപ്പിച്ചായിരുന്നു. അത് ഞാൻ ഇവന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞതാ. ഇപ്പൊ ചോദിച്ച പണം തന്നിട്ടില്ലാന്ന്. തമാശ പറയുന്നതിന് പരിധി വേണ്ടേ? എന്താടാ എടുത്തു കൊടുക്കപ്പോ? മാമൻ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നമ്മേ? മാമ, എവിടെയെങ്കിലും വെച്ച് മാമ മറന്നുപോയതായിരിക്കും. അടിക്കും മാമ, അടിക്കേ. എൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും വീട്ടിൽ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തേട്ടാ അവന്റെ നേർക്ക് കയ്യോങ്ങുന്നേ? തന്നില്ല എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ മോൻ കള്ളത്തരം പറയില്ല. മാമ, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്ക്. കുറച്ച് നാളായിട്ട് മാമനും മറവി ഇത്തിരി കൂടുതലാണ്. ഞാൻ ആ രമേഷിനോട് പറഞ്ഞതാ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. ഇപ്പൊ കണ്ടില്ലേ? നന്നായിട്ട് ആലോചിച്ചാ ഞാൻ പറയുന്നത്. ആ പണം ഞാൻ നിന്റെ അടുത്തല്ലേ തന്നത്? അല്ല, അത് ഇല്ല മാമ, എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. അതോടെ ആ പ്രശ്നം തീരുമെന്ന് ഞാൻ വിചാരിച്ചേ. പിറ്റേന്ന് രമേഷ് എൻ്റെ അടുത്ത് വന്നു. അവനെല്ലാം അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ അവനോട് ഇങ്ങേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എടാ രവിന്ദ്, പ്ലീസ് എടാ, അതിങ്ങ് തന്നേക്കടാ. വേറൊന്നിനു വേണ്ടിയല്ല. എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമെന്നുള്ള പേടി കൊണ്ട് പറയാ. എന്താ മാമ ഈ പറയുന്നേ? ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ തരാനാ? ചത്തിട്ട് ഞാൻ കുറെ കാലത്തേക്ക് പണം പുറത്തെടുത്തില്ല. ഇപ്പൊ ബിസിനസ്സിൽ ഇറക്കാന്ന് വിചാരിച്ചപ്പോ അതിൻ്റെ ഇടയിൽ അവൻ കയറി വന്നിരിക്കുന്നു. യുവമാർക്കൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? പോടി. അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണോ? ആരോ കട്ടുകൊണ്ട് കൊടുത്ത കാശല്ലേ?
ഛെ, I'm ashamed of ഏയ് you. എവിടെ Leave my പോയി hand. Leave my hand. സുഖം തന്നെയല്ലേ? ആ കുഴപ്പമില്ല, വീട്ടിലെല്ലാവരും സുഖം തന്നെ. രമേശ് ഏട്ടനെന്താ? അങ്ങനെ തന്നെ. രാവിലെ കടയിൽ ജോലിക്ക് പോവും, രാത്രി തിരിച്ചു വരും. ഏട്ടൻ്റെ അമ്മ വീടിൻ്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. മുൻപുള്ള സന്തോഷമൊന്നും ഇന്നില്ല. എപ്പോഴും ഏട്ടന് ഓരോ ആലോചനയാ. അച്ഛനെന്തു പറ്റി എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ബാക്കിയൊന്നും സാരമില്ല, എപ്പോഴും ചുറുചുറുക്കായി നടന്നുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. എന്റെ അടുത്ത് പറയാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഏട്ടൻ എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളത്. ഇന്നലെ കൂടി എന്റെ അടുത്ത് കരഞ്ഞു. എന്തിനേട്ടന്റെ കണ്ണ് കലങ്ങുന്ന? അനാവശ്യമായിട്ട് എന്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിച്ചു. ഇല്ല, അതൊന്നും അല്ല. ഇല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി. ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രമേശിന്റെ ഫാദറിന്റെ മരണത്തിന് അരവിന്ദ കാരണം. രമേശിന്റെ അച്ഛൻ കൊടുത്ത പണം അരവിന്ദ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിന്നെ പോലെ വളർത്തിയതാ ഞാൻ അവനെ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇല്ല, എനിക്ക് അവനെ ഒരു തവണ കൂടി കാണണം. അവന്റെ മുഖം കാണണം. നിന്റെ അച്ഛനെ കൊന്നവനെ ഒരിക്കൽ കൂടി എനിക്ക് കാണണം. എനിക്ക് കാണണം. അവനെ വിടരുത് രമേശൻ, അവനെ വെറുതെ വിടരുത്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ ഈ വീട്ടിലെ മുഴുവൻ തെരഞ്ഞു നോക്കി. പണം ഇവിടെയില്ല.
അരവിന്ദ് എന്തോ ലീസിനെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഡോക്യുമെന്റ്സാ. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. ഹലോ സർ, ആ പറ. അരവിന്ദ് സാറിനെ കാണാൻ പറഞ്ഞു. നാളെ ഡീല് ക്ലോസ് ചെയ്യാൻ പോവല്ലേ, പിന്നെന്തിനാ? അതറിയാം സർ, പക്ഷെ സാറിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. എന്താ ഇത്? എത്ര പ്രാവശ്യം പറയുക? മൊത്തം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാ. മാസം 10 ലക്ഷം രൂപ വരെ കിട്ടും. അടുത്തുള്ള സ്ഥലങ്ങൾക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുക. ആ സ്ഥലത്തിന് നിറയെ ഓഫറുണ്ട്. നിങ്ങൾ മുഴുവൻ ബ്ലാക്കിൽ തരുന്നുണ്ടാ നിങ്ങൾക്ക് ഫിക്സ് ചെയ്തത്. ഡീലൊക്കെ ഓക്കെ സർ, എന്നാലത് സംസാരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നോക്ക്, ഞാൻ എല്ലാ ഡീലും പാർക്ക് അവന്യൂലെ ഫാമിലി റൂമിലാ തീർക്കാറ്. രാവിലെ 7 മണിക്ക് ഇവിടെ വന്നേക്ക്. അത് ഓക്കെ സർ, എന്നാ സമയം 7 മണി വേണ്ട, ഒരു 9 മണി ആയിക്കോട്ടെ. അതാണ് ഞങ്ങൾക്ക് നല്ല സമയം. ശരി, ഓക്കെ. ഓക്കെ, എന്നാ ഞാൻ വരട്ടെ സർ.